ഉമ്പക്കേട്ടി എന്ന് പറയുമ്പോൾ ആറ് സ്റ്റേറ്റുകളെയാണ് പറയുന്നത്. 6 സ്റ്റേറ്റുകൾക്കാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ളത്. അപ്പോൾ ഉമ്പക്കേട്ടിയിൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ആൻസർ. PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി 1988 വന്നു. അങ്ങനെ 1992 73-74 ഭേദഗതിയെല്ലാം ഇതിന് കാരണമായി. GVK റാവു കമ്മിറ്റി 1985 ആസൂത്രണ കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി. പഞ്ചായത്തുകളെ വേരുകളില്ലാത്ത പുല്ല് എന്ന് വിശേഷിപ്പിച്ച കമ്മിറ്റിയാണ് GVK റാവു. 1985 ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് എന്ന് പഞ്ചായത്തിനെ പറഞ്ഞത് GVK റാവു കമ്മിറ്റിയാണ്. ഇനി നമുക്ക് കമ്മിറ്റികളുടെ ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാഗ്സ് എന്ന വാക്ക് ഓർമ്മിക്കാം. ബാഗ്സിൽ ഫസ്റ്റ് B ഫോർ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അത് 1957 വന്നത്. ബൽവന്ത് റായ് മേത്ത അതാണ് ത്രിതല പഞ്ചായത്ത്. ഇനി അശോക് മേത്ത കമ്മിറ്റി 1977 അത് ദ്വിതല പഞ്ചായത്തിൻ്റെയാണ്. 1977. അപ്പോൾ 57 ബൽവന്ത് റായ് മേത്ത, 77 അശോക് മേത്ത. ഇനി അടുത്ത ബാഗ്സിൽ GVK റാവു 1985, LM സിംഗ്വി. ബാഗ്സ് സിംഗ്വി 86 അതിനുശേഷമാണ് തുങ്കം വരുന്നത് 88. ഓക്കെ, ഇവിടെ ദ്വിതലം ത്രിതലം ഇതാക്കാൻ വേണ്ടിയിട്ട് 2 മേത്തമാരാണ് വരുന്നത്. അപ്പോൾ ത്രിതലാണെങ്കിൽ ആ മേത്തേൻ്റെ പേരിൽ 3 വേർഡ്സ് ഉണ്ടാവും. ദ്വിതലാണെങ്കിലോ ആ മേത്തേൻ്റെ പേരിൽ 2 വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ